ശിവൻകുട്ടി, ആ പ്രത്യക്ഷപ്പെട്ടോ? +2ൻ്റെ റിസൾട്ടൊക്കെ വന്നല്ലോ. ഇനി ഭാവിയിലേക്ക് എന്താ പരിപാടി? പറ മോനെ. ഡോക്ടറിന് പഠിക്കണോ, എൻജിനീയറിങ്ങിന് പഠിക്കണോ, IASന് പഠിക്കണോ? ദൈവം സഹായിച്ച് മോന് കൊട്ടക്കണക്കിന് മാർക്കുള്ള കാരണം ഇതിനൊന്നിനും അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ല. ഞാനൊരു പാവം കൃഷിക്കാരനായ കാരണം ഇറക്കാൻ എൻ്റെ കയ്യിൽ പൈസയേ ഇല്ല. അച്ഛനെ കൊണ്ട് ഇനി പറ്റണത് വല്ല BComനോ BBAക്കോ അഡ്മിഷൻ മേടിച്ച് തരാമെന്നുള്ളതേ ഉള്ളൂ. ഏത് വേണമെന്ന് നീ പറ. എനിക്കൊന്നും വേണ്ട അച്ഛാ, എനിക്കതിലൊന്നും താല്പര്യമില്ല. പിന്നെ ആരാകാൻ ആഗ്രഹം? സിനിമാ നടനാകണോ? അയ്യേ, അതൊക്കെ മോശമല്ലേ അച്ഛാ. പിന്നെ എന്തിനാണാവോ താല്പര്യം? എനിക്കൊരു രാഷ്ട്രീയക്കാരനായ മതി. ശിവൻകുട്ടി, എൻ്റെ അമ്മേ ദേവി. അച്ഛാ അച്ഛാ, വരും തലമുറയുടെ ഭാരതത്തെ കുളം തോണ്ടാനാണോടാ ഞാൻ ഇത്രയും നിന്നെ പഠിപ്പിച്ചത്? അച്ഛാ, അച്ഛൻ അങ്ങനെ പറയരുത്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല അച്ഛാ. അനാവശ്യം പറയുന്നോളാ. അദ്ദേഹം ഒരു സാമൂഹ്യ സേവനായിരുന്നു. നിന്നെ പോലുള്ള രാഷ്ട്രീയ പിശാചുക്കളാ അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയക്കാരനാക്കി മാറ്റിയത്. ദയവായി ഒരു അപേക്ഷയുണ്ട്. ഈ കുടുംബത്തിന് ഇന്നേ വരെ നാട്ടുകാരുടെ പ്രാക്കോ ചാവോ ഏക്കേണ്ടി വന്നിട്ടില്ല. നീ ആയിട്ട് അതിന് ഇടനൽക്കരുത്. ദയവ് ചെയ്ത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങരുത്. എനിക്ക് വേറൊന്നിലും താല്പര്യമില്ലാത്ത ഇതാ ശോഭിക്കില്ല അച്ഛാ. ഇതിലും നല്ലത് നീ വല്ല ചാണാൻ വരാൻ പോകുന്ന. അച്ഛനെന്ത് ഇങ്ങനെ? നിന്റെ തത്വത്തോട് എനിക്ക് യോജിക്കാതിരിക്കാൻ പറ്റില്ല. താല്പര്യമില്ലാത്ത ചെയ്ത ശോഭിക്കില്ല. പക്ഷെ എൻ്റെ അച്ഛൻ പറയുന്നതുകൊണ്ട് എനിക്ക് യോജിക്കാതിരിക്കാൻ പറ്റില്ല. സാറിങ്ങനെ കാലം മാറി കളിക്കില്ല കേട്ടോ. ആഹാ, വലിയ പൊളിറ്റിക്കൽ ടൈംസ് ഒക്കെ ആയല്ല. മനസ്സിലാ ലക്ഷ്യം അങ്ങ് ഉറപ്പിച്ച്. അതെ. ആട്ടെ, രാഷ്ട്രീയത്തെക്കുറിച്ച് നിനക്ക് എന്താ അറിയാം? ഒരു രാഷ്ട്രീയക്കാരനാവണമെങ്കിൽ എന്തൊക്കെ വേണം? അത് എളുപ്പമല്ലേ സാറേ. ഒരു വെള്ള ഷർട്ട്, ഒരു വെള്ളമുണ്ട്, വേണമെങ്കിൽ ഒരു പോക്കറ്റേറി. അത് പുറമേയുള്ള കാര്യമല്ലേ. ഒരു രാഷ്ട്രീയക്കാരന് ഉള്ളിൽ വേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉള്ളിൽ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇടും, പക്ഷേ അതിന് പ്രത്യേകിച്ച് നിറമൊന്നുമില്ലല്ലോ. എടാ പൊട്ടാ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിൽ പറഞ്ഞ ചില കാര്യങ്ങളാണ്. എന്താണാവോ? PT പീരീഡ് തരാതെ തന്നെ സ്കൂളിൽ കൊടി പിടിച്ചിറങ്ങിയതല്ലേ കേരള രാഷ്ട്രീയം. ആദ്യം വേണ്ടത് കുറുക്കൻ്റെ ബുദ്ധിയാണ്. എവിടെ എങ്ങനെ ഉടായ്പ പ്രയോഗിക്കണമെന്ന് ആദ്യം പഠിക്കണം. പിന്നെ വേണ്ടത് ഓന്തിൻ്റെ സ്വഭാവമാണ്. സാഹചര്യത്തിനനുസരിച്ച് നിറം മാറിക്കോണം. ഭരണം മാറുമ്പോൾ പാർട്ടി മാറണം. പിന്നെ അഴിമതി, കുംഭകോണം, തട്ടിപ്പ്, വെട്ടിപ്പ്, കടി, പിടി, പിന്നെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നിയമസഭയിലെ പരിപാടിയും കണ്ടോണം. അതും കൂടി പഠിച്ചാൽ ഓക്കെ ആയി. ഒടുവിൽ 2-2-5 പാർട്ടി പറയും. നീ അതനുസരിക്കേണ്ടിയും വരും. ഇതിലും ഭേദം അച്ഛൻ പറഞ്ഞ പണിയായിരുന്നു. നീ ചാണാൻ വരാൻ പോകുന്നു വേണ്ട. നീ തീരുമാനിക്കണം, നീ ഒരു രാഷ്ട്രീയക്കാരനാവണോ അതോ സാമൂഹ്യ സേവനാവണം എന്നുള്ളത്. എന്താണ് സാർ അത് തമ്മിലുള്ള വ്യത്യാസം? ആദ്യം നീ കേരള രാഷ്ട്രീയം എന്താന്ന് പോയി പഠിക്കും. സോനു ഡാ, നീ പറ. നമ്മുടെ കേരളത്തിൽ എന്ത് പഠിക്കാനോ അതിൻ്റെതായ സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട്. പാട്ട് പഠിക്കാൻ പാട്ട് കോളേജ്, സിനിമ പഠിക്കാൻ സിനിമ കോളേജ്, മാജിക് പഠിക്കാൻ വരെ കോളേജ് ഉണ്ട്. പക്ഷെ രാഷ്ട്രീയം പഠിക്കാൻ ഇതുവരെ കോളേജ് ഉണ്ടാ? ഞാൻ ചോദിക്കാണ് സുഹൃത്തെ. പരസ്പരം തോളത്ത് കൈയിട്ടിട്ട് ആസനത്തിൽ ആപ്പ് വയ്ക്കുന്നതിനെ പച്ച മലയാളത്തിൽ പറയുന്ന പേരാണ് രാഷ്ട്രീയം. ഈ രാഷ്ട്രീയം പഠിക്കണമെങ്കിൽ തന്നെ വല്ല BA സിവിക്സോ പൊളിറ്റിക്സോ മറ്റോ ഡിഗ്രി ആയിട്ട് എടുത്ത് പഠിച്ചാൽ മതി. പോയി വല്ല കോളേജിലും ചേരേക്കാം. അത് ശരിയാണല്ലോ. അപ്പോൾ എനിക്ക് തിയറി ബേസ്ഡ് ആയിട്ടുള്ള അല്ല വേണ്ടത്. എനിക്ക് വേണ്ട പ്രാക്ടിക്കൽ നോളജാണ്. കേരള രാഷ്ട്രീയത്തിൽ നീ ഉന്നതിയിലേക്ക് എത്തും എന്ന് നീ ഇപ്പം തെളിയിച്ചിരിക്കുകയാണ്. കാരണം വിവരക്കേരളം 1ാം റാങ്കുള്ളവർ അധികാരം കൈയടക്കും എന്നാണല്ലോ ഇടക്കാല അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഓടാക്കാം. അതെ, കാര്യമൊക്കെ ശരി തന്നെ.
നീ പറയുന്ന പോലെ പ്രാക്ടിക്കലായിട്ടുള്ള നോളജാ വേണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഇവിടെ പ്രചാരത്തിലുള്ള ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും വിദ്യാർത്ഥി പാർട്ടികൾ രൂപീകരിച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ ഒരു സ്റ്റുഡൻസ് വിങ്. അതിലാവുമ്പോൾ 18-നും 25-നും ഇടയിലുള്ള പിള്ളേരുള്ളത്. തുടങ്ങാൻ ബെസ്റ്റ് അവിടെ. നിക്കട്ടെ. എനിക്കറിയാം ഇപ്പൊ BGM-ഉം മേളവും ഒക്കെ ആയിട്ടും കൊട്ടി കയറുമെന്ന്. നിനക്ക് ഏത് പാർട്ടിയിലാണ് ചേരണ്ട? അല്ല, ഈ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള വ്യത്യാസം എന്താ? അങ്ങനെ ചോദിക്കും. പാർട്ടികൾ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് വെള്ളലി പാർട്ടി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന VSP. 2 ചെമ്പല്ലി പാർട്ടി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ചെമ്പ പാർട്ടി. ഭാഗ്യത്തിന് ഈ രണ്ട് പാർട്ടികളും ഒരേ ബിൽഡിങ്ങിലാണ് പ്രവർത്തിക്കുന്നത്. വെള്ളലി വിദ്യാർത്ഥി പാർട്ടി നേതാവ് KK ജയദേവൻ. ചെമ്പല്ലി വിദ്യാർത്ഥി പാർട്ടി നേതാവ് ചെമ്പൻ ഗുരുചിന്തൻ. കുറച്ച് മുറ്റ. മനസ്സിലായി? അതൊക്കെ മനസ്സിലായി. പക്ഷെ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താ? അതിപ്പം ഞാൻ പറഞ്ഞുതരാം. VSP സമൂഹത്തിൽ മാന്യമായിട്ടങ്ങ് നിൽക്കും. കാണുന്നവർ വിചാരിക്കും എന്തൊരു എളിമ, എന്തൊരു സേവനം. മനസ്സിലായ? പക്ഷെ ഒരു ഭാഗത്തു നിന്ന് കരണ്ട് അവസാനം രാജ്യം മൊത്തത്തോടെ അങ്ങ് തീരാറാവുമ്പോഴേ നമ്മളൊക്കെ ഇവന്മാരുടെ കാര്യം അറിയൂ. ഓ, വെള്ളലി. ഇനി വേറൊരു പാർട്ടിയുണ്ട്, ചെമ്പ പാർട്ടി. സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവരെ ദാരിദ്ര്യവും പട്ടിണിയും തുടച്ചു നീക്കി രാജ്യത്തിൻ്റെ ഭരണമേൽക്കൂര താങ്ങി നിർത്തുന്നത് തങ്ങളാണ് എന്ന് സ്വയം വിശ്വസിക്കുന്ന റെവല്യൂഷണറിസ്റ്റ് പാർട്ടി ചെമ്പല്ലി. നിനക്കിത് ഏതാണാവോ വേണ്ടത്? എനിക്ക് വെള്ളലി മതി. മോനെ, രാഷ്ട്രീയം പഠിക്കാൻ നമ്മുടെ കേരളത്തിൻ്റെ അത്രയും അനുയോജ്യമായൊരു സംസ്ഥാനം ഇന്ത്യയിൽ വേറെയില്ല. നീ ചെല്ലടാ, കേരളത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ല്. ചേട്ടാ എത്രയായി? 60 രൂപ. 60 രൂപയെ? ആ ജംഗ്ഷനിൽ നിന്ന് ഈ ജംഗ്ഷൻ വരെ 60 രൂപ. എന്റെ പൊന്നു സഹോദരൻ, ഇതൊക്കെ കണ്ടുപിടുത്ത സീനല്ലേ. കാശ് എന്നിട്ട് പോ. പാർട്ടി ചേരട്ടെ, ഞാൻ അടുത്തോളാം. പോണേക്കാ. ശിവൻകുട്ടിയല്ലേ? അതെ, എൻ്റെ പേര് സേതു. ഞാൻ സോനുവിൻ്റെ കമ്പനിക്കാരനാ. സോനുവൻ പറഞ്ഞായിരുന്നു വരുന്നു. ഞാനേ ഇവിടെ ഒന്ന് വേറൊന്നും കൊണ്ടല്ല, അല്ലെങ്കിൽ അവന്മാരൊന്ന് ചൊറി. പാർട്ടിക്കാർ തമ്മിൽ ഇപ്പോഴും അടിയാണോ? പിന്നെ പാർട്ടിക്കാരെ അമ്മ എപ്പോഴും അടിയല്ലേ. അപ്പൊ ഇതാണല്ലേ പാർട്ടിയിലേക്കുള്ള ചവിട്ടുപടികൾ? ഇതല്ല പാർട്ടിയിലേക്കുള്ള ചവിട്ടുപടികൾ, ഇത് പാർട്ടി ഓഫീസിലേക്കുള്ള ചവിട്ടുപടികൾ. പാർട്ടിയിലേക്കുള്ള ചവിട്ടുപടികൾ ഇതിലും ഭയാനകമായിരിക്കും. കേറി വാ. വരുക. ചുമന്ന കുട്ടി. ഇറങ്ങി പോടാ. ഓ എന്റെ അമ്മരെന്നെ. പിന്തുടരേണ്ടവരെ പിന്തുടർന്ന് തന്നെ നടക്കണം, അല്ലെങ്കിൽ ഇതാവും ഫലം. അത് വേറെ പാർട്ടിയാണെങ്കിലും സ്വന്തം പാർട്ടിയാണെങ്കിലും. അല്ലല്ല സേതുട്ടാ, നമ്മുടെ രണ്ട് പാർട്ടിയുടെയും കോഴിയുടെ ചിഹ്നം ഒന്നാണല്ലോ, അതെന്താ? എടാ, പാർട്ടി 2, നിറം 2, പക്ഷേ ആവശ്യമൊക്കെ ഒന്നാ. ജയേട്ടാ, പാർട്ടി ചേരാനുള്ള ഫീസ് കൊണ്ടുവന്നുണ്ടോ? ആ ഊവ നേതാവേ.
അപ്പൊ ചേട്ടാ എന്നാ ഐശ്വര്യമായിട്ടൊരു സോഡ കുടിച്ച് തുടങ്ങിയാലോ? നിന്റെ ഇരിപ്പ് കാണുമ്പോ എനിക്ക് സന്ദേശം സിനിമയിലെ ശ്രീനിവാസനെ ഇപ്പൊ ഓർമ്മയുണ്ട്. ഭയങ്കര പ്രതീക്ഷയായിരുന്നടാ എനിക്ക്. പാർട്ടിയുടെ പവറിലൊരു നേതാവ് വിളി, ജാഥ, പിരിവ്, പ്രശ്നപരിഹാരം, ഏതെങ്കിലും നേതാവിൻ്റെ ഒരു എർത്ത്, അവിടെ നിന്ന് നിയമസഭയിലേക്ക് ഒരു ബെർത്ത്. എന്നിട്ടിപ്പോൾ തെരഞ്ഞെടുപ്പിന് ഒരു സീറ്റ് പോയിട്ട് ഒരു ബെഞ്ച് പോലും ഞങ്ങളുടെ പാർട്ടിക്ക് കിട്ടിയില്ല. അല്ലേലും ഈ താടി മീശയും കളിക്കാത്തവന്മാരെ പാർട്ടി ചേർന്ന ഇതൊക്കെ പതിവാ. അല്ല, നിങ്ങളുടെ പാർട്ടി മാത്രമല്ലല്ലോ, മറ്റോമാരും തോറ്റില്ലേ? അതാ ഇപ്പൊ ആകെയുള്ളൊരു മനസന്തോഷം. രാഷ്ട്രീയക്കാരാ. ആട്ടെ, ഇപ്പൊ പാർട്ടി ഓഫീസിൽ ഇപ്പൊ എന്താ സ്ഥിതി? അതാ കഷ്ടം. മെഗാ സീരിയലിൻ്റെ ക്ലൈമാക്സ് കാണാൻ പറ്റാതെ പോയ വീട്ടമ്മമാരുടെ അവസ്ഥയായിരിക്കും ഇപ്പം പാർട്ടി ഓഫീസിൽ. ജയേട്ടാ, കഴിക്ക് ജയേട്ടാ. ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്ന എങ്ങനെയാ? വേണ്ടടാ, എനിക്ക് വേണ്ട. ഒരു വടയെങ്കിലും കഴിക്കണ്ടേ ജയേട്ടാ? എനിക്ക് വേണ്ടടാ. നല്ല ചമ്മന്തിയുണ്ട് ജയേട്ടാ. നമ്മളും ഇപ്പം അതേ അവസ്ഥയാണല്ലോടാ. എനിക്ക് വേണ്ട, നീ കഴിച്ചോ. കേൾക്കാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നല്ലേ. നീയാടാ യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ. ചേട്ടാ, നിങ്ങളാണ് ഞങ്ങളുടെ നേതാവ്. നിങ്ങൾ പറയണതാണ് ഞങ്ങൾക്ക് സത്യം. ചേട്ടാ, ചെങ്ങൻ വന്നിട്ടുണ്ട്. അരിപ്പൊടി ഇട്ട എൻട്രി. ഫോട്ടോഗ്രാഫ് തറയിന്ന് ഉയർന്നിട്ടില്ലെങ്കിലും സ്റ്റൈലിന് ഒരു കുറവുമില്ല. ഞാൻ പിന്നെ വിളിക്കും. അല്ല സേതു, നമ്മളും തോറ്റതല്ലേ, പിന്നെ നമ്മളെന്തിനാ അവരെ കളിയാക്കണേ? എടാ, നമ്മൾ തോറ്റാണെങ്കിലും അവന്മാർ കെട്ടിവെച്ച പൈസ പോയില്ലടാ. നമുക്കതും പറഞ്ഞ അവന്മാരെ കരുവാരി തേക്കാം. കള്ളു കൊടുത്തും കള്ളവോട്ടിട്ടും ഞങ്ങളാരും കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതാവും ഫോട്ടോഗ്രാഫ് നിങ്ങളുടെ പഴയ പര്യായത്തിലങ്ങ് നിന്നത്. അതേതാടാ പര്യായം? പരിയാരോ? അതൊരു സ്ഥലമല്ലേ? പരിയാരം അല്ലടാ, പര്യായം. നമ്മളെയൊക്കെ തറാന്ന് ഉദ്ദേശിച്ച ചേട്ടാ. വലിയ കാര്യത്തിൽ കെട്ടിങ്ങോട്ട് തിരുവനന്തപുരത്തിന് പോയിട്ടും വലിയ ബലമൊന്നും കണ്ടില്ലോ ചെമ്പ. ഓ, അതിന്റെ ദേഷ്യം ഉണ്ടാവുമല്ലേ. കഴിവുള്ളവരെ എല്ലാവർക്കും ആവശ്യമുണ്ടാവും. കുടിച്ചുപെട്ടികളാരും ശ്രദ്ധിക്കാറില്ലെന്ന് കരുതി അവറ്റകളൊന്നും ഇതുപോലെ കിടന്ന് കുരക്കാറില്ല. ജേട്ടാ, നമ്മളെ പട്ടീന്ന് അല്ല, നിങ്ങളെ പട്ടീന്ന് അടിയടാവന്മാരെ. ഇപ്പൊ ശരിയാക്കി ചേട്ടാ. എന്റെ ചേട്ടാ, അടിയടാ. ഒരു കണക്കിന് മറ്റേ അടിച്ചുപൊളി പാർട്ടിക്കാർ ചോദിച്ചാൽ നന്നായി. ശരിയാ, നമുക്കൊക്കെ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം നിങ്ങൾ കയറ്റി വരിക, മറ്റേ പ്രാവശ്യം ഞങ്ങൾ കയറ്റി വരാന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നു. അത് ഇന്നത്തോടെ എല്ലാം തീർന്നു. ദൈവമേ, ഞങ്ങളും ചെമ്മന്മാരും തമ്മിൽ ലയിച്ച. സേതുട്ടാ, ആ വാടാ.
ഇലക്ഷൻ പോയത് പോയി, അടുത്ത ഇലക്ഷന് പിടിക്കാൻ നോക്കാം. ആ ഇനി 5 വർഷം കഴിയട്ടെ. സേതു കേട്ടോ. ആ നീ ഇത് എവിടെയാണടാ? ഇവിടെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. അതെനിക്കിത് കണ്ടപ്പോഴേ മനസ്സിലായി. അല്ല ഇനി എങ്ങനെ മുന്നോട്ടുള്ള കാര്യങ്ങൾ? ഇനി മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളും പരമരഹസ്യമായിരിക്കണം. നമ്മൾ 4 പേരല്ലാതെ 5ാമത് ഒരാളിക്കാരി അറിയാൻ പാടില്ല. അതായത് ഡോടോടോ താനിതും കൂടാ. അല്ല ഗുരുവേട്ടാ, 5ാം നിരക്കണം ഞാനാണ്. 5ാം നിരക്കണം കേൾക്കാൻ പാടെന്നല്ലേ പറഞ്ഞേ? ഇവിടെ വന്നിരിടും മോണ്ടൻ. നമ്മൾ ആ വെള്ളപ്പന്നികളോട് സൗഹൃദം നടിക്കാൻ മാത്രമേ പാടുള്ളൂ. സൗഹൃദം നടിച്ച് നമ്മളവരുടെ ഉൾക്കളികൾ അറിയുന്നു, ഉള്ളറിയുന്നു. അങ്ങനെ നമ്മൾ ഓരോരുത്തരെ തെറ്റിക്കുന്നു. അവസാനം പാർട്ടി പിളരുന്നു. എൻ്റെ അടുത്ത കളി ചുരുക്കി പറഞ്ഞ നമ്മുടെ വലിയ പാർട്ടി പോലെ ആവണം അല്ലേ ഗുരുവേട്ടാ? കറക്റ്റ്. പാർട്ടി പിളർന്നാൽ പിന്നെ അടുത്ത ഇലക്ഷനിൽ നമുക്ക് വിജയം സുനിശ്ചിതം. ഗുരുവേട്ടാ, നിങ്ങൾ ചെമ്പനല്ല, തൊരപ്പനാണ്. കട്ടിക്കണ്ണടക്കാനും തൊരപ്പൻ. ഏത് തൊരപ്പനാണ് പറഞ്ഞത് നമ്മളവരായിട്ട് സൗഹൃദത്തിലായെന്ന്? അല്ല സേതു ഏട്ടനാ പറഞ്ഞത്. അല്ല, ഞാൻ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്. നമ്മൾ ആരുമായിട്ട് സൗഹൃദത്തിലായിട്ടില്ല. ചെമ്പന്മാർ നമ്മുടെ ശത്രുക്കളാണ്. അല്ല ചേട്ടാ, നമ്മളിപ്പോ അവന്മാരായിട്ട് സൗഹൃദത്തിലാണല്ലോ. എടാ ചെറുക്ക, രാഷ്ട്രീയത്തിന് മിത്രങ്ങളില്ല, ഉള്ളത് ശത്രുക്കൾ മാത്രം. നമ്മൾ നമ്മളെ ശത്രുക്കളുടെ അടുത്ത് ചിരിച്ചുകൊണ്ട് പെരുമാറുന്നു, അത്രമാത്രം. അടവ് നയം അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. നമ്മുടെ പാർട്ടിയിലാകുമ്പം അടവ് നയം, തൊഴുത്തിക്കുത്ത്, നാൽക്കാലി എന്നിങ്ങനെ കുറെ വാക്കാം. അപ്പൊ അവന്മാരുടെ അവന്മാർക്ക് വേറെ കുറെ വാക്കുകളാണ്. ഊർഷ, മ്ലേച്ഛൻ, കരിങ്ങാലി എന്നിങ്ങനെ അവന്മാരുടെ വാക്ക്. എന്തായാലും നമുക്ക് അതിന്റെ ആവശ്യമില്ല. അല്ല ചേട്ടാ, എന്താ ഈ നയത്തിന്റെ ഗുണം? അതിപ്പോ നയത്തിന്റെ ഗുണം എന്നൊക്കെ പറഞ്ഞ എന്നാ പറയാനാ? ഗുണങ്ങൾ പലതുണ്ട്. അടുത്ത ഇലക്ഷൻ വരെ അവന്മാരെ അടക്കി നിർത്താം, ചൊറിച്ചിൽ ഒഴിവാക്കാം. ശത്രു പാർട്ടിയോടുള്ള നമ്മുടെ സമീപനം അടുത്ത ഇലക്ഷനിൽ നമ്മുടെ മാർക്കറ്റ് കൂട്ടും. പിന്നെ അവന്മാരുടെ നീക്കങ്ങൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഹാ, അതിന് അവരും നമ്മളായിട്ട് ഇപ്പൊ സൗഹൃദത്തിലല്ലേ? ആ അവിടെയാണ് നമ്മൾ തന്ത്രപരമായി നീങ്ങേണ്ടത്. എങ്ങനെ? അവന്മാരെ കൈ തന്ന നമ്മൾ കെട്ടിപ്പിടിക്കണം. അവന്മാരെ കെട്ടിപ്പിടിച്ചാൽ നമ്മൾ ഉമ്മ കൊടുക്കണം. അങ്ങനെ എല്ലാത്തിനും ഒരുപടി മുന്നിൽ. എടാ സേതു, ഓ ഇവനൊരു രാഷ്ട്രീയക്കാരനാകേണ്ടവനല്ലടാ. അതെന്താ ചേട്ടാ? ഇവന് ബുദ്ധിയുണ്ടാ. ആ വട്ടിയിലുള്ളത് വാരിയെടുക്കാൻ തമ്മിൽ ചേരുമ്പോൾ, കണ്ണും പൂട്ടി പാല് കുടിക്കാൻ കൈകൾ ചേർക്കുമ്പോൾ, കുട്ടിച്ചാത്തനും ഇപ്പം ചേരും കുട്ടി രാഷ്ട്രീയം, പിടിവിട്ട രാഷ്ട്രീയം, വഴിവിട്ട കോപ്രായം. വട്ടിയിലുള്ളത് വാരിയെടുക്കാൻ തമ്മിൽ ചേരുമ്പോൾ, കണ്ണും പൂട്ടി പാല് കുടിക്കാൻ കൈകൾ ചേർക്കുമ്പോൾ, കുട്ടിച്ചാത്തനും ഇപ്പം ചേരും കുട്ടി രാഷ്ട്രീയം, പിടിവിട്ട രാഷ്ട്രീയം, വഴിവിട്ട കോപ്രായം. ഞാൻ മാറാം, ആദ്യം മാറാം, നീ പോരൂ പിന്നാലെ. നേരായും നെറികേടില്ലേ, പിന്നെന്തിനു രാഷ്ട്രീയം? ചോരാനൊരു ഖജനാവില്ലേ, ചേരാനിനി മടി വേണ്ട. നേരായും കയ്യിൽ കായാണിനി നമ്മുടെ രാഷ്ട്രീയം. പിടിവിട്ട രാഷ്ട്രീയം, വഴിവിട്ട കോപ്രായം. പിടിവിട്ട രാഷ്ട്രീയം, ഇത് കുട്ടി രാഷ്ട്രീയം. പിടിവിട്ട രാഷ്ട്രീയം, വഴിവിട്ട കോപ്രായം. പിടിവിട്ട രാഷ്ട്രീയം, ഇത് കുട്ടി രാഷ്ട്രീയം. വട്ടിയിലുള്ളത് വാരിയെടുക്കാൻ തമ്മിൽ ചേരുമ്പോൾ, കണ്ണും പൂട്ടി പാല് കുടിക്കാൻ കൈകൾ ചേർക്കുമ്പോൾ, കുട്ടിച്ചാത്തനും ഇപ്പം ചേരും കുട്ടി രാഷ്ട്രീയം, പിടിവിട്ട രാഷ്ട്രീയം, വഴിവിട്ട കോപ്രായം. കുട്ടി രാഷ്ട്രീയം, പിടിവിട്ട രാഷ്ട്രീയം, വഴിവിട്ട കോപ്രായം. ഇത് കുട്ടി രാഷ്ട്രീയം.
രാഷ്ട്രീയം കുട്ടി രാഷ്ട്രീയം പിടിവിട്ട രാഷ്ട്രീയം വഴിവിട്ട പ്രായം ഇത് കുട്ടി രാഷ്ട്രീയം. എടാ ജമാലെ, എനിക്ക് വരാൻ പറ്റില്ല. എനിക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യ്, എൻ്റെ അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞിട്ട് ബോബിയുടെ സ്വാഗത പ്രസംഗം വെക്ക്. അത് മതി. ആ ജോമോനെ, അതങ്ങ് മാറ്റി വിട്ടിച്ചേ, കാണാൻ പറ്റണില്ലെന്നേ. ഈ പരിപാടി ശരിയായില്ല കേട്ടോ. അവന്മാർക്ക് ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഗുരുവേട്ടാ, ഈ ബ്രാ ആയിട്ട് അങ്ങനെ ശരിയാണോ? നീ ഇട്ട് നോക്കുക, അപ്പം മനസ്സിലാവും. ഒരു ബ്രാ പോലും ഇടാൻ അറിയാൻ ശരിയാവോ? ഇസ്രായേൽ അധികാരഭ്രാന്ത് അവസാനിപ്പിക്കുക, നാളെ ജില്ലാ ബന്ദ്. ഗുരുവേട്ടാ, ഈ ഇസ്രായേലിന്റെ പേരും പറഞ്ഞ് ഇവിടെ തന്നെ അതിനെ ബന്ദ്. പൊന്നു മോനെ, ഈ വിദേശകാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചാലേ പാർട്ടിയിൽ ഒരു ബുദ്ധിജീവി നേതാവാകാൻ പറ്റൂ. ജയദേവൻ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ലല്ലേ? സംസാരിച്ചോ, പക്ഷേ ഈ ബന്ദ് അതെന്തിനാ? അതെ, കഴിഞ്ഞ തവണ ബസ് തൊഴിലാളികളുടെ ശമ്പള വർദ്ധനു വേണ്ടി ഒരു സമരം നടത്തിയത്. ഇത്തവണ പ്രത്യേകിച്ച് കാരണമൊന്നും കിട്ടില്ല, അതുകൊണ്ട് ഇതിൽ പിടിച്ചാൽ കയറാമെന്ന് വിചാരിച്ചു. ഗുരുവേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ബുദ്ധിജീവികളോട് എന്തും ചോദിക്കാം. നിങ്ങളുടെ പാർട്ടി പാവപ്പെട്ടവർക്ക് വേണ്ടിയാന്നല്ലേ പറഞ്ഞേ? അതെ. ഈ പാവപ്പെട്ട ബസ് തൊഴിലാളികളുടെ ശമ്പളം കൂട്ടിയ ബസ്സിന്റെ ടിക്കറ്റ് ചാർജും കൂടും. അതിൽ യാത്ര ചെയ്യുന്നവർ പാവപ്പെട്ടവരാണ്. അതെ. അപ്പൊ അവരുടെ നിന്ന് കൂടുതൽ പൈസ മേടിക്കില്ലേ? അപ്പൊ എങ്ങനെയാ നിങ്ങളുടെ പാർട്ടി പാവപ്പെട്ടവർക്ക് ഒരു താങ്ങാന്ന്? എടാ, നിന്റെ അഭിപ്രായം എന്തായടേ? ഗുരുവേട്ടാ, പറഞ്ഞിട്ട് പോ ഗുരുവേട്ടാ. അവിടെ തിരക്കാണ്. അവരാള് ശരിയല്ലല്ലോ ഗുരുവേട്ടാ. ശരിയാവില്ല, ഇവനെ ഞാൻ ആ പാർട്ടിയിൽ നിന്ന് എടുത്ത് കളയും. പയ്യനങ്ങ് കയറി കസർക്കാണല്ലോ ചെയ്തേവാ. VSP ഇപ്പൊ പിടിച്ചേക്കണത് ശിവൻകുട്ടിയുടെ ബലത്തിലാന്നാ നാട്ടിലൊക്കെ സംസാരം. തന്നെ ഞാൻ കളിയാക്കൊന്നുമല്ല. കാര്യം നമ്മൾ തമ്മിൽ കുറെ തല്ലുണ്ടായിട്ടുണ്ടെങ്കിലും തന്നെ എനിക്ക് വലിയ കാര്യമാണ്. കാരണം താൻ എനിക്ക് ഒത്തവനാ. താ കണ്ടില്ലേ, ഇന്നലെ വരെ നിന്റെ ഇടവും വലവും നിന്നമാരിപ്പോ അവൻ്റെ കൂടെ. ഇന്നലെ പിറന്നു വീണ പയ്യന്മാർ കയറിപ്പോണതിന് മുമ്പ് വേണ്ടെന്താ ചെയ്യാൻ നോക്കി. പറഞ്ഞില്ലെന്ന് വേണ്ട. കമലു സേതു പോര്. ശിവൻകുട്ടി ഇവിടെ നിൽക്കി, വിളിക്കാം. ചേട്ടാ, ഈ ഉത്തരം മുട്ടിയ സന്ദർഭമാണ് നമ്മൾ ചൂഷണം ചെയ്യേണ്ടത്. നാളെ ചെമ്മന്മാർ നടത്തുന്ന ഹർത്താലിനെതിരെ നമ്മൾ പ്രവർത്തിക്കണം. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നാളെ ചെമ്പന്മാർ നടത്താതിരിക്കുന്ന ഹർത്താലിനെതിരെ മറ്റന്നാൾ നമുക്കൊരു ഹർത്താൽ നടത്തിയാലോ? വേണ്ടല്ലേ? ശിവൻകുട്ടി, ഞങ്ങളിവിടെ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്ത്. തീരുമാനങ്ങൾ എന്തായാലും പാർട്ടിയുടെ വളർച്ചയ്ക്കാണ് ചേട്ടാ, ഞാനുണ്ട് കൂടെ. അല്ല ശിവൻകുട്ടി, അത് തന്നെ സംബന്ധിച്ചൊരു തീരുമാനമാണ്. അതെന്താ ചേട്ടാ? ശിവൻകുട്ടി, താൻ പാർട്ടിയിലുള്ളിലുള്ള പ്രവർത്തനങ്ങളൊക്കെ പഠിച്ചു. പക്ഷേ പാർട്ടി നീക്കാൻ അതുമാത്രം പോരാ. തനിക്ക് കുറേ അനുഭവങ്ങളുടെ കുറവുണ്ട്. അങ്ങനെയുള്ളവർക്ക് പാർട്ടിയിൽ പിടിച്ചേക്കാൻ കഴിയില്ല. തന്നെയല്ല, നമ്മുടെ മേൽപ്പാർട്ടി അങ്ങനെയുള്ളവരെ പാർട്ടിയിൽ അനുവദിക്കുകയില്ല. അല്ല, ഈ അനുഭവങ്ങളെന്നൊക്കെ പറയുമ്പോൾ ഒന്നുമില്ല, തനിക്ക് ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാത്തതിൻ്റെ കുറവുണ്ട്. ആ മേഖലകളിലേക്ക് ഇറങ്ങിച്ചെന്നാലേ പുറമേയുള്ള പാർട്ടി പ്രവർത്തനം എന്താണെന്ന് താൻ അറിയൂ. അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു, തന്നെ പാർട്ടിയിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തുക. ചേട്ടാ, പാർട്ടിയാണ് എനിക്കെല്ലാം. അതേ പാർട്ടിക്ക് വേണ്ടി തന്നെ ശിവൻകുട്ടി ഞങ്ങൾ ഈ തീരുമാനം എടുത്തത്. പാർട്ടി തന്നെ ശിവൻകുട്ടി എല്ലാവർക്കും വലുത്. താൻ വിഷമിക്കണ്ടോ, സമയമാകുമ്പോൾ ഞങ്ങൾ വിളിച്ചോളാം. അച്ഛൻ പറഞ്ഞതൊരു പരിധിവരെ ശരിയാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. എനിക്ക് പറ്റിയ പണിയല്ല ഇത്. ഞാനൊരു ശിവൻകുട്ടി വിചാരിച്ചാലൊന്നും ഈ നശിച്ച രാഷ്ട്രീയ ചിന്താഗതി ഒന്നും മാറില്ല.
ചെറുപ്രായത്തിലെ വെള്ളം വീളിട്ടപ്പോൾ കുട്ടിരാഷ്ട്രീയക്കാരൻ്റെ ഒരു ജാട കണ്ടില്ലേ? കണ്ടിട്ടൊരു മൈൻഡ് ഇല്ലല്ലോ. അല്ല സാറേ, ഞാൻ സാറിനെ സത്യമായിട്ട് കണ്ടില്ലായിരുന്നു. പിന്നെ എങ്ങനെയുണ്ട് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ? രാഷ്ട്രീയം അതൊക്കെ ഇന്നത്തോടെ തീർന്നു സാറേ. അതെന്ത് പറ്റി? അത് സാറേ, ഞാൻ ചെയ്യുന്നതിനൊന്നും പാർട്ടിയിലൊരു വിലയില്ല. എൻ്റെ വ്യക്തിത്വം പണയം വെച്ച് എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. ഉപദേശിക്കാന്ന് വിചാരിക്കരുത്. പോയാലൊരു വാക്ക്, കിട്ടിയാലൊരു നല്ല തലമുറ എന്ന് കരുതി പറയുമോ? രാഷ്ട്രീയം നിന്നെ പോലെ വ്യക്തിത്വം പണയം വയ്ക്കുന്നവർക്ക് പറ്റിയ പണിയല്ല. നീ നമ്മുടെ ഭാരതത്തിന് ചരിത്രം പഠിച്ചിട്ടില്ലേ? ഇന്ത്യൻ ജനതയെന്നും ആദരോട് കാണുന്നത് ഒരു രാഷ്ട്രീയക്കാരനെയല്ല, മറിച്ച് മികച്ച വ്യക്തിത്വങ്ങളെയാണ്. മഹാത്മാഗാന്ധി മുതൽ സാധാരണക്കാരിൽ നിന്നും വളർന്നു വന്ന APJ അബ്ദുൽ കലാം വരെ മികച്ച വ്യക്തിത്വങ്ങൾക്ക് ഉടമകളായിരുന്നു. അവരുടെ വ്യക്തിത്വമാണ് അവരെ വലുതാക്കിയത്. അവരാരുടെയും മുമ്പിൽ അവരുടെ വ്യക്തിത്വം പണയം വെച്ചിട്ടില്ല. നിനക്കറിയോ, ഇന്ത്യൻ ജനതയുടെ ഉൾത്തുടി പറഞ്ഞവരാണ് അവര്. എനിക്ക് ഉറപ്പുണ്ട് നിനക്ക് നല്ലൊരു സാമൂഹ്യ സേവനാകാൻ പറ്റും. അതിന് നീ നാടിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. പച്ചപ്പിൻ്റെ മുകളിലൂടെ പറന്ന് പച്ചയായ മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെല്ലണം. നീ ഇന്നീ കാണുന്ന ഇന്ത്യയല്ല, അതിനു മുമ്പൊരു ഇന്ത്യ ഉണ്ടായിരുന്നു. മണ്ണിൽ നാം പെടുത്ത പച്ചപ്പ് കൊണ്ട് വളർന്ന ഇന്ത്യ, കർഷകന്റെ സ്വന്തം ഇന്ത്യ. ഇന്ന് നമ്മളവരൊക്കെ മറന്നാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. നീ ആ കർമ്മംകുന്ന് കണ്ടോ? അതിനപ്പുറത്തൊരു നാടുണ്ട്, തരിശിൽ നിന്നും ചെളിയിൽ നിന്നും പൊന്നു വിളയിക്കുന്ന നാട്. നീ അങ്ങോട്ടേ ഇല്ലേ? നിനക്കിപ്പോൾ ഒരു യാത്ര അത്യാവശ്യമാണ്. പുലർവെയിലിൽ കതിരിടുമൊരു വയലാൽ പുതിയൊരു കഥ എഴുതാൻ വരവായി ഞാൻ. തെനതിരയും കിളിയുടെ കലപിലയിൽ കരൽ നിറയും പകൽ വരവാ. പുലർവെയിലിൽ കതിരിടുമൊരു വയലാൽ പുതിയൊരു കഥ എഴുതാൻ വരവായി ഞാൻ. തെനതിരയും കിളിയുടെ കലപിലയിൽ കരൽ നിറയും പകൽ വരവാ. നിറശംഖു പോലെ നീര് നിറഞ്ഞ പുഴയൊഴുകുമ്പോൾ വരി നിന്ന കേരമെൻ്റെ മണ്ണിൽ കുളിരെറിയുമ്പോൾ വളരട്ടെ പുതിയ നാമ്പുകൾ, പുലരട്ടെ പുണ്യമെപ്പോഴും. അറിയട്ടെ മണ്ണിനെ, അറിയട്ടെ മണ്ണിനെ, അറിയട്ടെ മണ്ണിനെ, അറിയട്ടെ മണ്ണിനെ, അറിയട്ടെ മണ്ണിനെ, അറിയട്ടെ മണ്ണിനെ. പുലർവെയിലിൽ കതിരിടുമൊരു വയലാൽ പുതിയൊരു കഥ എഴുതാൻ വരവായി ഞാൻ. തെനതിരയും കിളിയുടെ കലപിലയിൽ കരൽ നിറയും പകൽ വരവാ. പുലർവെയിലിൽ കതിരിടുമൊരു വയലാൽ പുതിയൊരു കഥ എഴുതാൻ വരവായി ഞാൻ. തെനതിരയും കിളിയുടെ കലപിലയിൽ കരൽ നിറയും പകൽ വരവാ.
ശിവൻകുട്ടി, ഓ വെള്ളം കൊണ്ട് ഇസ്തിരി ഇട്ട് വെച്ചിട്ടുണ്ട്, എടുക്കണില്ലേ? അത് ഞാൻ എടുത്തോളാം അമ്മേ. ഇപ്പൊ മനസ്സിലായടാ രാഷ്ട്രീയം എന്താന്ന്? വിളയില്ലാത്ത പാടത്തെ നോക്കൂത്തി, അതാടാ രാഷ്ട്രീയം. ഓ രാഷ്ട്രീയക്കാരാ. നിന്നെ രാഷ്ട്രീയത്തിൽ മിത്രങ്ങളില്ല, ഉള്ളത് ശത്രുക്കൾ മാത്രം. പാർട്ടിയിലേക്കുള്ള ചവിട്ടുപിടികൾ ഇതിലും ഭയാനകമായിരിക്കും. ചേട്ടാ, നിങ്ങളാണ് ഞങ്ങളുടെ നേതാവ്. നിങ്ങൾ പറയണതാണ് ഞങ്ങൾക്ക് സത്യം. മറ്റന്നാൾ നമുക്കൊരു ഹർത്താൽ നടത്തിയാലോ? കുരിശുപട്ടികളാരും ശ്രദ്ധിക്കാറില്ലെന്ന് കരുതി അവറ്റകളൊന്നും ഇതുപോലെ കിടന്ന് കൊരക്കാറില്ല. കേരള രാഷ്ട്രീയത്തിൽ നീ ഉന്നതിയിലേക്ക് എത്തും എന്ന് നീ ഇപ്പം തെളിയിച്ചിരിക്കുകയാണ്.